വീണ്ടും ഒരിക്കൽ കൂടി മലയാളം ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. രണ്ടാം യൂണിറ്റിലെ ആദ്യത്തെ പാഠം ലളിതാംബിക അന്തർജനത്തിന്റെ പ്രശസ്തമായ ഒരു കഥ വിശ്വരൂപം. കാലത്തിനും ദേശത്തിനും അനുസരിച്ച് ജീവിതം സ്വയം രൂപപ്പെടുകയാണെന്ന് വിശ്വസിച്ച താഴത്ത് കുഞ്ഞുകുട്ടിയമ്മയുടെ ജീവിത പരിണാമങ്ങളാണ് വിശ്വരൂപം എന്ന കഥയിൽ ആവിഷ്കരിക്കുന്നത്. വളരെ താഴ്ന്ന നിലയിൽ ജീവിച്ചിരുന്ന അച്ഛനമ്മമാരുടെ മകളായിരുന്നു ഈ കഥയിലെ പ്രധാന കഥാപാത്രമായ താഴത്ത് കുഞ്ഞുകുട്ടിയമ്മ. തുടർന്ന് മിസ്റ്റർ തലത്ത് അവരെ വിവാഹം ചെയ്തതോടുകൂടി അവരുടെ ജീവിതമാകെ മാറുകയായിരുന്നു. അവർ മിസ്സിസ് തലത്തായി മാറി, മാഡം തലത്തായി മാറി. ഈ മാഡം തലത്തിന് 4 കുട്ടികളായിരുന്നു ഉണ്ടായിരുന്നത്, 2 ആൺകുട്ടികളും 2 പെൺകുട്ടികളും. എന്നാൽ ഈ കുട്ടികളെ അവർ നോക്കിയിട്ടില്ല, കുട്ടികൾക്ക് മുല കൊടുത്തിട്ടില്ല, കുട്ടികളെ താരാട്ടുപാടി ഉറക്കിയിട്ടില്ല. കുട്ടികൾ ചെറുപ്പത്തിൽ ബോർഡിങ്ങിൽ നിന്നാണ് പഠിച്ചത്. അന്ന് മിസ്സിസ് തലത്തിന്റെ ജീവിതം തന്റെ ഭർത്താവിന് വേണ്ടി മാത്രം മാറ്റിവെച്ചിരിക്കുകയായിരുന്നു. ജീവിതത്തിന്റെ യൗവന കാലഘട്ടങ്ങൾ മുഴുവൻ ഭർത്താവിന് വേണ്ടി രൂപപ്പെടുത്തി അവർ മാഡം തലത്തായി മാറുകയായിരുന്നു. ജീവിതത്തിന്റെ അവസാന നാളുകളിൽ വീണ്ടും അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. മാഡം തലത്ത് എന്ന അവസ്ഥയിൽ നിന്നും ഒരു താഴത്ത് കുഞ്ഞുകുട്ടിയമ്മ എന്ന സ്ത്രീത്വത്തിന്റെ ഒരു ഭാവത്തിലേക്ക്, രൂപത്തിലേക്ക് അവർ മാറുകയായിരുന്നു. താഴത്ത് കുഞ്ഞുകുട്ടിയമ്മയുടെ ജീവിതത്തിലെ പരിണാമങ്ങൾ അതാണ് വിശ്വരൂപം എന്ന കഥയിൽ ആവിഷ്കരിക്കുന്നത്. താഴത്ത് കുഞ്ഞുകുട്ടിയമ്മയായി ജനിച്ചു, വളരെ താഴ്ന്ന നിലയിൽ ജനിച്ചു. വിവാഹത്തോടുകൂടി അവർ മിസ്സിസ് തലത്തായി, മാഡം തലത്തായി. ഭർത്താവിനോടൊപ്പം ലണ്ടനിലും ന്യൂയോർക്കിലുമൊക്കെയായ അവരുടെ ജീവിതം. ഭർത്താവിന് വേണ്ടി ജീവിതം അവർ രൂപപ്പെടുത്തി. ഭർത്താവിന്റെ ജീവിത സങ്കീർണതകളിൽ അതിനെ അലിയിപ്പിച്ചു കളയുന്ന നയതന്ത്രജ്ഞയായിരുന്നു മിസ്സിസ് തലത്ത്. ഇത്തരത്തിൽ ഭർത്താവിന് വേണ്ടി അവർ തന്നെ ജീവിതത്തെ മാറ്റിയെടുത്തു എന്നുള്ളതാണ്. അന്നവർ സ്വന്തം മക്കളെ നോക്കിയിട്ടില്ല, മക്കൾക്ക് മുല കൊടുത്തിട്ടില്ല. അവർ മക്കളെ ബോർഡിങ്ങിലാക്കി പഠിപ്പിക്കുകയാണ് ചെയ്തത്. അത്തരത്തിൽ കടന്നുപോയ അവരുടെ ജീവിതത്തിലേക്ക് ഇടക്കാലത്ത് സുധീർ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ കടന്നു വരികയാണ്. മിസ്റ്റർ തലത്തിന്റെ കീഴിൽ ജോലി ചെയ്യുവാനായി എത്തിച്ചേർന്ന ഒരു യുവാവായിരുന്നു സുധീർ. സുധീറിന്റെ വരവോടുകൂടി മിസ്റ്റർ തലത്ത് പറയുന്നുണ്ട്, നമുക്ക് 5ാമതൊരു കുട്ടി കൂടി ഉണ്ടായിരിക്കും, അത് ഇവനാണ്, ഇവൻ നമ്മോടൊപ്പം എന്നും ഉണ്ടാകുമെന്നും മിസ്റ്റർ തലത്ത് പറയുന്നുണ്ട്. അങ്ങനെ മിസ്റ്റർ തലത്തിന്റെ കീഴിൽ നിന്നുകൊണ്ട് ജോലി ചെയ്ത് പഠിച്ച് പിന്നീട് വലിയ ഉയർന്ന തലത്തിലേക്ക് മാറുന്ന ചെറുപ്പക്കാരനാണ് സുധീർ. ഈ കഥയുടെ തുടക്കത്തിൽ സുധീർ മിസ്സിസ് തലത്തിനെ അന്വേഷിച്ച് വരുന്നൊരു ഭാഗമാണ്. പട്ടണത്തിന്റെ ഒരു ഒഴിഞ്ഞ ഭാഗത്തുള്ള ഒരു ഇടവഴി, പ്രധാന റോഡിൽ നിന്നും താഴേക്ക് ഇറങ്ങുന്ന ഒരു ഇടവഴി. ഈ ഇടവഴിയിലൂടെ അല്പം മുന്നോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ 2 കൈവഴികളായി തിരിയുന്ന ഒരു മുക്ക് കാണാം. അവിടെ നിന്നും ഇടത്തോട്ട് മാറി 3ാമത്തെ വീട്. ആ വീടിന്റെ ഗേറ്റിൽ കോളാമ്പി പൂത്തു നിൽക്കുന്നു. ആ വീടിന്റെ മുഖപ്പിൽ ഓം എന്ന് കുത്തിവെച്ചിട്ടുണ്ട്. ഇതായിരുന്നു മിസ്സിസ് തലത്ത് തന്റെ അവസാന കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന വീട്ടിലേക്കുള്ള വഴി. ആ വഴി ആരോ പറഞ്ഞു കൊടുത്ത് സുധീർ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. വളരെ നാളുകൾക്ക് ശേഷമാണ് മിസ്സിസ് തലത്തിനെ കാണുവാനായിട്ട് സുധീർ എത്തുന്നത്. മിസ്റ്റർ തലത്തിന്റെ മരണശേഷം സുധീർ തന്റെ ജോലിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ ഉയർന്ന നിലയിലേക്ക് മാറി. വിദേശ രാജ്യങ്ങളിലൊക്കെ അതിന്റെ ഭാഗമായിട്ട് പോകേണ്ടി വന്നു. അങ്ങനെ അവസാനം നാട്ടിലെത്തുമ്പോൾ നാട്ടിലുണ്ട് മിസ്സിസ് തലത്ത് എന്നറിഞ്ഞ് ഏതോ പരിചയക്കാരനിൽ നിന്നും മിസ്സിസ് തലത്ത് താമസിക്കുന്ന വീടിന്റെ അഡ്രസ്സ് വാങ്ങി മിസ്സിസ് തലത്തിനെ കാണുവാനായിട്ട് വരികയാണ്. അങ്ങനെ വീടിന്റെ മുമ്പിലെത്തുന്നു. കോളിംഗ് ബെൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ സുധീർ വാതിലിൽ ശക്തിയായി ഇടിക്കുകയാണ്. ഇവിടെ ആരുമില്ലേ എന്ന് അതിന്റെ കൂടെ ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. അകത്തു നിന്നും കട്ടിൽ നിറങ്ങുന്ന ശബ്ദം കേൾക്കാൻ കഴിയുന്നുണ്ട്. വാതിൽ തുറന്ന് ഒരു പ്രായമായ സ്ത്രീ പുറത്തേക്ക് വരുന്നു. വളരെ മെലിഞ്ഞ ശരീരമാണ്, നെറ്റിയിൽ ഭസ്മക്കുറിയുണ്ട്, കഴുത്തിൽ രുദ്രാക്ഷമാല. സത്യത്തിൽ ഇത്
മിസ്സിസ് തലത്ത് തന്നെയായിരുന്നു. എന്നാൽ ഈ രൂപത്തിൽ കണ്ടപ്പോൾ സുധീറിന് മിസ്സിസ് തലത്തിനെ മനസ്സിലായില്ല. അതുപോലെ തന്നെ പാശ്ചാത്യ നാടുകളിൽ നിന്നും പിറന്നു വീണ ഒരു യുവാവിനെ പോലെ തോന്നിച്ച സുധീറിനെ കണ്ടിട്ടും മിസ്സിസ് തലത്തിനും മനസ്സിലായില്ല. രൂപം കൊണ്ട് രണ്ടുപേർക്കും പരസ്പരം മനസ്സിലാകാതെ വരുന്ന സാഹചര്യം. ഈ സമയത്ത് സുധീർ പറയുകയാണ്, ക്ഷമിക്കണം വല്യമ്മേ, മിസ്സിസ് തലത്ത് താമസിക്കുന്ന വീടാണ് ഇത് എന്ന് എന്നോട് ഒരാൾ പറഞ്ഞു. അവർ ഇവിടെ ഉണ്ടോ? ഇല്ലെങ്കിൽ മാപ്പ് എന്ന് സുധീർ പറയുകയാണ്. സുധീറിന്റെ ശബ്ദം കേട്ടപ്പോൾ പെട്ടെന്ന് മിസ്സിസ് തലത്തിന് സുധീറിനെ മനസ്സിലാവുകയാണ്. നീയോ സുധീർ എന്ന് വിളിച്ചുകൊണ്ട് ഓടി വന്ന് സുധീറിനെ ആലിംഗനം ചെയ്യുകയാണ് മിസ്സിസ് തലത്ത്. അങ്ങനെ രൂപം കൊണ്ട് മനസ്സിലാവാത്ത രണ്ടു വ്യക്തികൾ ശബ്ദം കൊണ്ട് തിരിച്ചറിയുന്ന ഒരു രംഗമാണ് കഥയുടെ തുടക്കത്തിൽ തന്നെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. തുടർന്ന് സുധീറിനെ സ്വീകരിക്കുന്നു, ചായ കൊടുക്കുന്നു. തുടർന്ന് അവരുടെ പഴയ കാല ജീവിതത്തിലെ ചില ഓർമ്മകളൊക്കെ അവർ പരസ്പരം പങ്കുവയ്ക്കുകയാണ്. മിസ്സിസ് തലത്തിനെയും സുധീറിനെയും ബന്ധിപ്പിച്ചിരുന്നത് മിസ്റ്റർ തലത്തായിരുന്നു. മിസ്റ്റർ തലത്തിന്റെ ഓർമ്മകളാണ് ഇവരുടെ ഇടയിലൂടെ ഒലിച്ചിറങ്ങിയത്. മിസ്റ്റർ തലത്തിന്റെ സഹായിയായി സുധീർ എത്തുന്നത് മുതൽ സുധീർ ഈ കുടുംബവുമായി വളരെ നല്ല ബന്ധത്തിലായിരുന്നു. കഥയുടെ തുടർന്നു വരുന്ന സന്ദർഭങ്ങളിൽ രണ്ടുപേരുടെയും ചിന്തകളിലൂടെ, സംസാരങ്ങളിലൂടെ അവരുടെ പഴയകാല ജീവിതത്തെക്കുറിച്ചുള്ള ചില ഓർമ്മകൾ കടന്നു വരുന്നുണ്ട്. മിസ്റ്റർ തലത്തിന്റെ ഔദ്യോഗിക ജീവിതത്തിലെ അതിസങ്കീർണമായ വിഷയങ്ങളിൽ പോലും മിസ്റ്റർ തലത്തിന് ആശ്വാസമായിരുന്നത് മിസ്സിസ് തലത്തിന്റെ പുഞ്ചിരിയോടുകൂടിയ നയതന്ത്രപരമായ ഇടപെടലുകളായിരുന്നു. അത്തരത്തിൽ ഒരു പ്രൗഢ വനിതയായി ഭാരത സ്ത്രീത്വത്തിന്റെ അംബാസിഡർ എന്നാണ് അവരെ വിശേഷിപ്പിക്കുന്നത്. അത്തരത്തിൽ ഭർത്താവിനു വേണ്ടി സ്വയം രൂപപ്പെടുത്തിയ ജീവിതമായിരുന്നു മിസ്സിസ് തലത്തിന്റെ. അവരുടെ പഴയകാല ഓർമ്മകളെ പറ്റി പറയുന്നിടത്ത് ന്യൂയോർക്കിൽ അവർ താമസിച്ചിരുന്ന സ്ഥലത്തിന്റെ തൊട്ടടുത്ത പാർക്കിൽ ഒരു വൃദ്ധൻ എന്നും വന്നിരിക്കാറുണ്ട്. ഒരിക്കൽ മിസ്സിസ് തലത്തിനോട് ആ വൃദ്ധൻ ചോദിച്ചു, നിങ്ങൾ ഇന്ത്യക്കാർ അച്ഛനമ്മമാരെ ദൈവത്തെ പോലെ കരുതാറുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്, ശരിയാണോ? മിസ്സിസ് തലത്ത് ശരിയാണെന്ന് തലയാട്ടുന്നുണ്ടെങ്കിലും താൻ ഒരിക്കലും തന്റെ അച്ഛനമ്മമാരെ അങ്ങനെ കണ്ടിട്ടില്ല എന്ന് സ്വയം ഒരു കുറ്റബോധം മിസ്സിസ് തലത്തിന്റെ മനസ്സിലുണ്ടാകുന്നുണ്ട്. അവസാന കാലത്ത് അടുത്തുണ്ടാകുവാൻ കാണുവാനായി അമ്മയെ തുടരെ എഴുതിയെങ്കിലും നാട്ടിലേക്ക് പോകാൻ മടിയുള്ള മിസ്സിസ് തലത്ത് അമ്മയെ കാണുവാനായിട്ട് പോയില്ല. അന്ന് അവരവരുടെ ജീവിതം ഭർത്താവിന് വേണ്ടി മാത്രം രൂപപ്പെടുത്തിയതായിരുന്നു. എന്നാൽ പിന്നീട് തന്റെ ജീവിതത്തിൽ അവസാന നാളുകളിലാണ് താൻ തന്റെ അച്ഛനമ്മമാരോട് ചെയ്തതിനെ പറ്റിയുള്ള ആ ഒരു പശ്ചാത്താപം മിസ്സിസ് തലത്തിന്റെ മനസ്സിലുണ്ടാകുന്നത്. കൊടുത്തത് മാത്രമേ നേടാൻ കഴിയൂ എന്നവർ തിരിച്ചറിയുകയാണ്. അവർ തന്റെ മക്കൾക്ക് സ്നേഹം കൊടുത്തിട്ടില്ല, അവരെ താലോലിച്ചിട്ടില്ല, അവരെ മുല കൊടുത്തിട്ടില്ല. പ്രായമായപ്പോൾ മക്കളും 4 ഇടങ്ങളിലാണ്, അമ്മ ഒറ്റയ്ക്ക് നാട്ടിൽ. ജീവിതത്തിൽ അവർ മക്കൾക്കൊന്നും നൽകിയിട്ടില്ല. അതുകൊണ്ട് മക്കളിൽ നിന്നും അവർ ഒന്നും നേടുന്നുമില്ല. അവരാരുടെയും ആശ്രിതയായി കഴിയുവാനായിട്ട് മിസ്സിസ് തലത്ത് ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. അവസാന നാളുകളിൽ ആരുടെ ആശ്രിതയാവാതെ സ്വന്തം ജീവിതം സ്വയം ഒറ്റയ്ക്ക് ജീവിച്ചു തീർക്കുകയാണ് മിസ്സിസ് തലത്ത്. കഥയുടെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ സുധീർ മടങ്ങുവാനായിട്ട് ഒരുങ്ങുകയാണ്. അടുത്ത ദിവസത്തെ ഫ്ലൈറ്റിൽ തന്നെ മടങ്ങി പോകേണ്ടതാണ്. അതുകൊണ്ട് തന്നെ അധികം താമസിയാതെ സുധീർ ഇറങ്ങുമ്പോൾ വീണ്ടും മിസ്സിസ് തലത്ത് സുധീറിനെ ചേർത്തു പിടിച്ച് തലയിൽ കൈവച്ച് അനുഗ്രഹിക്കുന്നുണ്ട്. ആ സന്ദർഭത്തിൽ മാഡം എന്ന് സുധീർ വിളിക്കുമ്പോൾ മിസ്സിസ് തലത്ത് അവിടെ തിരുത്തുകയാണ്. മാഡം തലത്ത് മരിച്ചുപോയി, മിസ്റ്റർ തലത്തിനോടൊപ്പം മാഡം തലത്തും മരിച്ചുപോയി. ഇപ്പോൾ നീ കാണുന്നത് അമ്മയാണ്, താഴത്ത് കുഞ്ഞിക്കുട്ടിയമ്മ. തുടർന്ന് സുധീറിനവർ ഒരു ഉപദേശം കൂടി കൊടുക്കുന്നുണ്ട്. നീ വിവാഹം കഴിക്കുമ്പോൾ നിന്റെ ഭാര്യയോട് നീ പറഞ്ഞു കൊടുക്കണം, കുട്ടികളെ ബോർഡിങ്ങിലാക്കരുത്, അവർക്ക് ആയയെ നിർത്തരുത്, അമ്മ തന്നെ അവരെ വളർത്തുകയും ലാളിക്കുകയും ചെയ്യണം. എങ്കിൽ മാത്രമേ അമ്മ എന്നത് കുട്ടികളുടെ ഭാഗവും കുട്ടികൾ അമ്മയുടെ ഭാഗവുമായി മാറുകയുള്ളൂ. ഇത് നീ നിന്റെ ഭാര്യയെ പഠിപ്പിക്കണമെന്ന് സുധീറിനോട്
സുധീർ അവിടെ നിന്നും മടങ്ങുന്ന സന്ദർഭത്തിൽ മിസ്സിസ് തലത്ത് താഴത്ത് കുഞ്ഞിക്കുട്ടിയമ്മ സുധീറിനെ ഉപദേശിക്കുകയാണ്. അവിടെ വെച്ച് സുധീർ സ്ത്രീത്വത്തിന്റെ യഥാർത്ഥമായ ഭാവത്തെ കാണുന്നു, അമ്മ എന്ന രൂപത്തെ കാണുന്നു. ജീവിതത്തിൽ തന്റെ യൗവന കാലഘട്ടങ്ങളിൽ ഭർത്താവിനു വേണ്ടി രൂപപ്പെടുത്തിയ ജീവിതം അവസാന നാളുകളിൽ യഥാർത്ഥ അമ്മ എന്ന ഭാവത്തിലേക്ക്, രൂപത്തിലേക്ക് മിസ്സിസ് തലത്ത് മാറുകയായിരുന്നു. താഴത്ത് കുഞ്ഞുകുട്ടിയമ്മ എന്ന പരിണാമത്തിലേക്ക്, അമ്മ എന്ന വിശ്വരൂപത്തിലേക്ക് അവസാനം മിസ്സിസ് തലത്ത് മാറുന്നു. ഇത് കണ്ടുകൊണ്ടാണ് സുധീർ മടങ്ങുന്നത്. സുധീർ പറയുന്നുണ്ട്, ഇന്നവർ മാഡം തലത്തല്ല, ലേഡിയല്ല, സാമൂഹ്യ പ്രവർത്തകയല്ല, അമ്മ, വെറും അമ്മ, താഴത്ത് കുഞ്ഞുകുട്ടിയമ്മ. അമ്മ എന്ന വിശ്വരൂപത്തിലേക്ക് മിസ്സിസ് തലത്ത് മാറുന്നു. അതോടുകൂടിയാണ് ഈ കഥ അവസാനിക്കുന്നത്. വായനക്കാരന് വലിയ സന്ദേശങ്ങളെ പകർന്നു കൊടുത്തുകൊണ്ട് തന്നെയാണ് ഈ കഥ പൂർണ്ണമാകുന്നത്. ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ അവൾ ഓരോ കാലഘട്ടത്തിലും അവളുടെ ജീവിതം ഓരോരുത്തർക്ക് വേണ്ടി രൂപപ്പെടുത്തുകയാണ്. ചെറുപ്പത്തിൽ വളരെ ദരിദ്രമായ അവസ്ഥയിൽ അച്ഛനോടും അമ്മയോടൊപ്പം ജീവിച്ചവൾ വിവാഹത്തിന് ശേഷം ഭർത്താവിന് വേണ്ടി ജീവിതത്തെ രൂപപ്പെടുത്തുന്നു. അവിടെ അവൾ മക്കളെ മറന്നുപോയി, അമ്മ എന്ന ഭാവത്തെ മറന്നുപോയി. ജീവിതത്തിന്റെ അവസാന നാളുകളിൽ അമ്മ എന്ന ഭാവത്തെ തിരിച്ചറിയുകയും അമ്മ എന്ന വിശ്വരൂപത്തിലേക്ക് മിസ്സിസ് തലത്ത് മാറുകയും ചെയ്യുകയാണ് ഈ കഥയിൽ. അങ്ങനെ മിസ്സിസ് തലത്തിന്റെ താഴത്ത് കുഞ്ഞുകുട്ടിയമ്മയുടെ ജീവിതത്തിലെ പരിണാമങ്ങളാണ് ഈ കഥയിൽ ആവിഷ്കരിക്കപ്പെടുന്നത്. കഥയുടെ ഏകദേശം ഒരു ഉള്ളടക്കമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു പോയത്. കഥ നന്നായി വായിക്കണം, പലവട്ടം വായിക്കണം, എല്ലാ ദിവസവും ഒരേ പ്രാവശ്യം വായിക്കുവാനായിട്ട് ശ്രദ്ധിക്കണം. തുടർന്ന് ഈ കഥയുടെ ഒരു സംഗ്രഹം തയ്യാറാക്കുകയും ചെയ്യണം. ഈ രണ്ട് കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളെ ചുമതലപ്പെടുത്തുന്നത്. എല്ലാ ദിവസവും ഈ കഥ ഒരു പ്രാവശ്യം വായിക്കണം. കൂടാതെ അടുത്ത ക്ലാസ്സിന് മുമ്പായി ഈ കഥയുടെ സംഗ്രഹം ഒന്ന് തയ്യാറാക്കി അയച്ചു തരികയും വേണം. ഇന്നത്തെ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം.